എന്താ നീയോ? ഞാൻ കൊറേ നേരെ പാടുപെടുന്നു. ഇനി നീ ഒന്ന് അഴിക്ക്. ആരുടെ ഈ സമ്മാനം? അത് ആ ആരാധകൻ അയച്ചതാ. അപ്പൊ ഘനായിട്ടെന്തെങ്കിലും കാണും. ചേടാ, ഇതെന്തുവാ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ തീരുന്നില്ലല്ലോ. ഈ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്ക് ബിനോയ് വിശ്വം. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഞാനത് ആലോചിക്കുന്നേ. ദേ അഭ്യാസം കാണിക്കല്ലേ മോളെ. നീ പറയാതെ ബിനോയ് വിശ്വം അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല ഭാഗ്യം, എന്റെ ചെലങ്കിയാണ് സത്യം. പെണ്ണിന്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ? അപ്പോ ബിനോയ് വിശ്വം നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടുന്നോ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെറും ആരാധനയാണെന്ന് കരുതി തള്ളിക്കളയാൻ പറ്റില്ല. അയാള് നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നീ അയാളെ. ഭാഗ്യം എന്തായി പറയുന്നത്? പരമാർത്ഥം. നിനക്ക് ഉടനെ സമ്മതിച്ചു തരാൻ പ്രയാസം കാണും. പുരുഷ വിദ്വേഷത്തിന്റെ മുഖംമൂടി അത്ര പെട്ടെന്ന് ഊരി മാറ്റാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നിനക്കൊരു വിവാഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ബിനോയ് നിന്നെ ഇഷ്ടപ്പെടുന്നെങ്കിലും. ഇനി അയാളെ വിളിക്കുകയാണെങ്കിൽ കക്ഷിയുടെ ബയോഡേറ്റയ്ക്ക് ഒന്ന് അന്വേഷിച്ച് വെക്കണം. വലിയ എനക്കേടൊന്നില്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്നെ പറ്റി എന്തൊക്കെയാണ് വസന്തയുടെ കൂട്ടുകാർക്ക് അറിയാനുള്ളത്? ഞാൻ തന്നെ എന്നെ പറ്റി പറയുമ്പോ അതിലൊരു അല്പ അഭംഗി ഉണ്ടാകും. എന്നാലും പറയാം, ലോക്കൽ ഗാർഡിയന്റെ ആഗ്രഹമല്ലേ, പേരറിയാലോ. ജോലി ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോ എക്സ്പോർട്ടിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ്. ഈട്ടിയിലും ചന്ദനത്തിലും കറഞ്ഞെടുത്ത ആനകൾ, കേരളീയ സ്ത്രീരൂപങ്ങൾ, ചുണ്ടൻ വെള്ളം, ഇവയൊക്കെ വിദേശത്തേക്ക് അയച്ചേക്കുന്ന ചെറിയൊരു ഏർപ്പാട്. സിഗരറ്റ് ഇവിടെ. ഓ സോറി. പിന്നെ മിക്കവാറും ടൂറിലായിരിക്കും. കൽക്കട്ടയിൽ സ്വന്തമായൊരു ഫ്ലാറ്റ് ഉണ്ട്. ജനിച്ചതും വളർന്നതും ഒറ്റപ്പാലത്തിനടുത്തുള്ള ഓങ്ങല്ലൂർ. ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്. എന്റെ വളർച്ചയിൽ ആർക്കും ഒന്നും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ വസുന്ധരയുടെ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യവുമില്ല. എന്നെ സ്വീകരിച്ചു എന്ന് കരുതി വസുന്ധരയുടെ അഭിരുചികളൊന്നും സറണ്ടർ ചെയ്യേണ്ടി വരില്ല. പ്രോമിസ്. വരട്ടെ. നിങ്ങളൊക്കെ എന്നെ പറ്റി എന്നെ നനച്ചിരിക്കുന്നേ? ഇഷ്ടപ്പെട്ടവരെ തമ്മി അകത്തി നിർത്താൻ അവളോ ഹൃദയമില്ലാത്തവളല്ല ഞാൻ. അല്ല, വസുന്ധരയുടെ വീട്ടിലെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. അതുകൊണ്ട് അവളുടെ വീടുമായി ബന്ധപ്പെടുത്താതെ നമ്മളെ പെണ്ണുങ്ങൾ ചേർന്ന് തന്നെ ഈ കാര്യം നടത്തണം. അങ്ങ് നടത്തിക്കോ. പക്ഷെ സദ്യക്ക് വിളമ്പുമ്പോ എനിക്കുള്ള ഇല കുറച്ചിട്ടാ മതി. അയ്യടാ. പോസ്റ്റിന്റെ എതിർപ്പ് നിങ്ങൾ കാര്യമാക്കണ്ട. അവിടെ മനസ്സ് മാറും, എനിക്ക് ഉറപ്പാ. എന്നാ ബിനോയ് വരാൻ പറയട്ടെ ചേച്ചി. വരട്ടും. ആന അവൻകിട്ട പേശറതൊക്കെ നമ്മ ഭാഗത്തുനിന്ന് പുരുഷന്മാരാരാത് വേണ്ടേ ഭാഗ്യം. എന്തായാലും നാൻസിയെയും ടോണിയെയും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ കൊഞ്ചം പക്വതയുള്ളവരാരാത് വേണ്ട അമ്മ. സൂപ്രണ്ട് പറഞ്ഞ ന്യായോ? നമുക്ക് ആ ഡോക്ടറെ വിളിച്ചാലോ? കൂപ്പിട്ട വരുമാ. Beethoven. Excuse me, you have endless love? No. Okay, I'll manage it from somewhere. You better close it down. Thank you. Hi. വേറെ പീസ്. Cut piece. Hi. അയ്യോ, വീണ്ടും വന്നു. എല്ലാരും ഒന്ന് ഓടാല്ലേ? I'm very tired. Give me a glass of milk. അയ്യോ, സൂപ്രണ്ട്. ഡോക്ടർ വിയൻ പോറ്റി, എപ്പോ, എങ്ങനെ?
ചിന്തേ Hello, uncle. How are you? പന്ന റാസ്കൽ, ഇവിടുത്തെ കുടുംബം ഏറ്റെടുക്കാൻ നീ ആരാടാ ചെറ്റേ? ചെറ്റത്തരം പറയുന്നത് സൂക്ഷിച്ചുകൊണ്ടാടാ പൊറ്റി. വാക്ക് തെറ്റിച്ച നീയല്ലടാ പട്ടി. പട്ടത്തോട് വീണ്ടും അടുപ്പത്തിലായെന്ന് വെച്ച് അഹങ്കരിക്കരുതടാ നാറി. ഉച്ചി വെച്ച കൈകൊണ്ട് നിന്നെ ഉദയക്രിയ ചെയ്യാനും എനിക്കറിയാം. നീ ആരുടെ ഉദകക്രിയാനാ വീടിയുടെ വലിഞ്ഞേറെ വന്നത്? സത്യം പറ. തനിക്ക് വേണ്ടി ഈ പെണ്ണുങ്ങളുടെ പീഡനം കുറെ സഹിച്ചവനാണ് ഞാൻ. തന്റെ പെണ്ണും പിള്ള എന്നെ സൂചി കിട്ടുകുത്തി, തലയിൽ ഐസ് വെച്ചു, ചെവി തൂവലിട്ടിളക്കി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ ക്ഷീണം തീരണമെങ്കിൽ ദിവസവും മൂക്കുമുട്ട 4 നേരം ആഹാരവും കഴിച്ച് ഈ സുന്ദരിമാരുടെ പരിചരണം അനുഭവിച്ചാലേ പറ്റൂ. പൂജപ്പുരക്കോട് അത് താനും മനസ്സിലാക്കിയാൽ മതി. പ്രേരിപ്പിക്കുന്നവനാണ് കൂടുതൽ ശിക്ഷ. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന് നിനക്ക് ഓർമ്മ വേണം. താനൊരു മനഃശാസ്ത്രജ്ഞനാണോ എന്ന് സംശയമുണ്ട്. അത് തെളിയിക്കാൻ ഞാൻ മണിപ്പൂർ യൂണിവേഴ്സിറ്റി പോയിന്റ് വരും. മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്ന്. ഇതെന്താ? ഉറക്ക ഗുളിക. എന്തിനാ? സത്യശീലിന് കൊടുക്കാൻ, അല്ലെങ്കിലേ അവൻ കുളമാക്കും. ഈ ചേച്ചിമാരോട് എന്ത് ചെയ്യാ? യു ആർ വെരി സ്ലോ. ഇനിയിപ്പോ എപ്പോഴാ ഇതൊക്കെ കൊടുക്കുക? ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു പ്ലീസ്. ഗ്ലാസ് ഞാൻ കൊടുത്താ കുടിക്കില്ല. സത്യശീല, എന്താ ചേച്ചി? പാവ സത്യശീലൻ രാവിലെ മുതൽ കഷ്ടപ്പെടുക. ഒരുപാട് ക്ഷീണിച്ചുപോയി. ഈ പാലെങ്കിലും കുടിക്കുക. കണ്ടോ, ഈ ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ചേച്ചി വിഷം തന്നാലും ഞാൻ കുടിക്കും. ഈ കുന്തം എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നേ? ഈ ചേച്ചിക്ക് എപ്പ നോക്കിയാലും ദുർമുഖം. You look like a devil. കൊള്ള. ഒന്ന് ആട്ടിയാലുടനെ മോദം കിടുന്ന ഇയാളാണ് ഈ വീട്ടിൽ ഭരണം നടത്തുന്നത്. അയ്യോ അതല്ല, പിന്നെ ഗുളിക കലക്കി കൊടുത്തു. അയ്യോ ചേച്ചേ ഉറങ്ങോ, പേടിക്കാൻ. കിടക്കട്ടെ.